മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ പി ഉണ്ണികൃഷ്ണൻ അന്തരിച്ചു. 90 വയസ്സായിരുന്നു. കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. കുവൈറ്റ് ഇറാഖ് യുദ്ധത്തിൽ കുവൈറ്റിൽ കുടുങ്ങിയ 1.5 ലക്ഷത്തോളം ഇന്ത്യക്കാരെ നാട്ടിലെത്തിച്ചതാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ തിളക്കമുള്ള അധ്യായം. വിവരങ്ങളുമായി പ്രസാദ് ഉടുമ്പശ്ശേരിയുണ്ട്. പ്രസാദ്, എപ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ വിയോഗം? എന്തൊക്കെയാണ് വിവരങ്ങൾ? അരുണ്യ, ഇന്ന് പുലർച്ചെ 2:45-നാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ പി ഉണ്ണികൃഷ്ണൻ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് മരണമടയുന്നത്. കഴിഞ്ഞ 2 ദിവസമായി അദ്ദേഹം പ്രായാധിക്യം മൂലമുള്ള രോഗങ്ങളെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇപ്പോൾ മൃതദേഹം ഇവിടെ അദ്ദേഹത്തിന്റെ കോഴിക്കോട് പന്നിയങ്കരയിലുള്ള വീട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട്. മരണസമയം മക്കൾ 2 പെൺമക്കളാണുള്ളത്. 2 പേരും ആശുപത്രിയിൽ ഉണ്ടായിരുന്നു. സംസ്കാരം നാളെയാണ്. പക്ഷേ സമയം അത്തരം കാര്യങ്ങളെല്ലാം തന്നെ അതിന്റെ നിശ്ചയമൊക്കെ ആവുന്നതേയുള്ളൂ. ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുമൊക്കെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കെ പി ഉണ്ണികൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു 1936-ൽ കൊയിലാണ്ടിയിലെ അഭിഭാഷകനായിരുന്ന കുഞ്ഞിക്കണ്ണൻ നായരുടെയും അമ്മക്കുട്ടിയുടെയും മൂത്ത മകനായാണ് ജനനം. അദ്ദേഹത്തിന്റെ പ്രാഥമിക വിദ്യാഭ്യാസം എല്ലാം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം മദ്രാസിലായിരുന്നു പിന്നീടുള്ള പഠനകാലം. മദ്രാസിൽ വെച്ചാണ് പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ അദ്ദേഹം ആദ്യമായി ചേരുകയും അവരുടെ യുവജന സംഘടനയുടെ ദേശീയ നേതാവും വിദ്യാർത്ഥി സംഘടനയുടെ ദേശീയ നേതാവും എല്ലാം തന്നെ പ്രവർത്തിക്കുകയായിരുന്നു. പിന്നീട് 1959-ൽ അദ്ദേഹം കോൺഗ്രസിലേക്ക് ചേരുകയാണുണ്ടായത്. പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നേതാവായിട്ടുള്ള റാം മനോഹർ ലോഹ്യ അദ്ദേഹത്തിന്റെ നെഹ്റു വിരോധമാണ് കെ പി ഉണ്ണികൃഷ്ണൻ പിന്നീട് ആ പാർട്ടിയിൽ നിന്നും അകന്ന് കോൺഗ്രസിലേക്ക് ചേരാൻ കാരണമായി മാറിയിട്ടുള്ളത്. പന്നിയങ്കര സ്വദേശി കൂടിയായിട്ടുള്ള നെഹ്റു മന്ത്രിസഭയിലെ രാജ്യരക്ഷാ മന്ത്രിയായിരുന്ന വി കെ കൃഷ്ണമേനോന് അദ്ദേഹത്തിന്റെ സഹായിയായി മുംബൈയിൽ കുറെ കാലം അദ്ദേഹം പ്രവർത്തിച്ചു. പിന്നീട് മാതൃഭൂമിയിൽ ഡൽഹി ലേഖകനായിരുന്നു. ആ സമയത്താണ് ഇന്ദിരാഗാന്ധിയുമായി വളരെ അടുക്കുകയും ഇന്ദിരാഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം 1971-ൽ വടകരയിൽ അദ്ദേഹം ആദ്യമായി മത്സരിക്കുന്നു. പിന്നീട് തുടർച്ചയായി 25 വർഷക്കാലം വടകരയുടെ പാർലമെന്റ് പ്രതിനിധീകരിച്ച് ലോക്സഭയിലേക്ക് പോയ ആളാണ്. ഇതിനിടയിൽ കോൺഗ്രസുമായി ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച സമയത്ത് പിന്നീട് വിയോജിപ്പുണ്ടാകുകയും അതിൽ കോൺഗ്രസ് പിളരുമ്പോൾ കോൺഗ്രസ് എസിന്റെ ഭാഗമായി നിൽക്കുകയും ഒക്കെ ചെയ്തിരുന്ന ആളാണ്. രാജീവ് ഗാന്ധിക്കെതിരെ ബോഫോസ് കേസിൽ അന്ന് അവിശ്വാസ പ്രമേയ പ്രസംഗമൊക്കെ നടത്തിയത് വലിയ ചർച്ചയാവുകയും അതോടൊപ്പം തന്നെ അന്നത്തെ കോൺഗ്രസ് സർക്കാരിനെതിരെ വിവിധ അഴിമതി ആരോപണങ്ങളെല്ലാം തന്നെ ഉന്നയിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു നേതാവാണ്. 1994-ലാണ് അദ്ദേഹം പിന്നീട് കോൺഗ്രസ് എസിൽ നിന്നും മാറി പിന്നീട് 1994-ലാണ് അദ്ദേഹം കോൺഗ്രസിലേക്ക് വീണ്ടും വരികയും ഒക്കെ ചെയ്തിട്ടുള്ളത്. 96-ൽ അവിടെ വടകരയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചെങ്കിലും പരാജയപ്പെടുകയായിരുന്നു. അന്നത്തെ LDF സ്ഥാനാർത്ഥിയായിരുന്ന ഒ ഭാരതനോട് അദ്ദേഹം പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട ദേശീയ നേതാക്കളുമായി എല്ലാം വളരെ അടുപ്പം പുലർത്താൻ കെ പി ഉണ്ണികൃഷ്ണന് കഴിഞ്ഞു എന്നുള്ളതാണ്. ഒരുപക്ഷെ ഒരു രാഷ്ട്രീയത്തിൽ കേരളത്തിൽ ഇത്രയധികം പേര് കേട്ട ദേശീയ നേതാക്കളുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഒരു നേതാവ് ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ പോലും സംശയമാണ്. നരസിംഹറാവു, VP സിംഗ്, IK ഗുജറാൾ, അതോടൊപ്പം തന്നെ അങ്ങനെ മുതിർന്ന പല നേതാക്കളുമായി അത്രയേറെ അടുപ്പം, വ്യക്തിപരമായ അടുപ്പം ഒക്കെ ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട നേതാവാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹം 89-ലാണ് അത് VP സിംഗ് മന്ത്രിസഭയിൽ ടെലികമ്മ്യൂണിക്കേഷൻ ഉപരിഗതാഗതം അതോടൊപ്പം തന്നെ അതിന്റെ ഷിപ്പിംഗ് മന്ത്രിയൊക്കെ ആയി നിൽക്കുന്നത്. ആ സമയത്ത് അദ്ദേഹത്തിന്റെ വകുപ്പ് അപ്പുറത്തേക്ക് അന്നത്തെ ഇറാഖ് കുവൈത്ത് യുദ്ധത്തിൽ അവിടെ കുടുങ്ങിപ്പോയ 1.5 ലക്ഷത്തോളം ഇന്ത്യക്കാരെ ഇവിടേക്ക് എത്തിക്കുന്നതിൽ വലിയ നിർണായകമായ പങ്കാണ് വഹിച്ചിട്ടുള്ളത്. സദ്ദാം ഹുസൈനെ അന്ന് ഒളിത്താവളത്തിൽ പോയി കണ്ട ഒരു ദേശീയ നേതാവ് കൂടിയായിരുന്നു. അന്നത്തെ വിദേശകാര്യ ചുമതലയുണ്ടായിരുന്ന IK ഗുജറാളിന് ആദ്യം ഈ രക്ഷാദൗത്യം ഏൽപ്പിച്ചിരുന്നത്. പിന്നീടാണ് VP സിംഗ് ഇദ്ദേഹത്തെ അവിടുന്ന് ഇന്ത്യക്കാരെ കൊണ്ടുവരുന്നതിനുള്ള ദൗത്യം ഏൽപ്പിക്കുകയും അത് വളരെ വിജയകരമായി പൂർത്തിയാക്കുകയൊക്കെ ചെയ്തത്. എപ്പോഴും കെ പി ഉണ്ണികൃഷ്ണനെ കാണുന്ന സമയത്ത് അദ്ദേഹം വളരെ അഭിമാനത്തോടു കൂടി പറയുന്ന ഒരു കാര്യം, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏതെന്ന് ചോദിച്ചാൽ ഈ 1.5 ലക്ഷത്തോളം ഇന്ത്യക്കാരെ ഇവിടേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് അദ്ദേഹം എപ്പോഴും ഓർത്ത് പറയാറുണ്ട്. ഇപ്പോൾ 2:45 മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ പി ഉണ്ണികൃഷ്ണന്റെ വിയോഗം. നാളെയാകും അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുക. പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് വിവരങ്ങൾ നൽകിയത്.